ഹായ് എവ്രി വൺ. എമറാൾഡിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹോം സയൻസ് എന്ന സെഗ്മെന്റ് ആണ്. അപ്പോൾ ഹോം സയൻസിൽ എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജി ആണ്. ഞാൻ സൈക്കോളജി ട്രെയിനറാണ്. അപ്പോൾ അതുകൊണ്ട് ഹോം സയൻസിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള റിലേഷൻസ് ഒക്കെ ഭംഗിയാക്കാനും ഒക്കെ ഇന്റേണലി എന്നതിൻ്റെ പുറത്ത് എക്സ്റ്റേണലി കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഇന്റീരിയർ ഒക്കെ നല്ലതാക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാം, അല്ലെങ്കിൽ എപ്പോഴും വീടൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വെക്കാം. ഇതൊക്കെ പുറമേയുള്ള കാര്യങ്ങളല്ലേ, എന്നാൽ ഉള്ളിലുള്ള കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈക്കോളജിക്കലി ആദ്യം എഫേർട്ട് എടുത്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്റേണൽ ഹോം സയൻസ്. അപ്പോൾ അതുകൊണ്ട് ഇന്റേണലി നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതെന്താണെന്നല്ലേ, അതായത് നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ ലവ്ഡ് വൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ നല്ലതാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. അതിന് വേണ്ടിയിട്ടും നിങ്ങളെ ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് വീട്ടിൽ വളരെയധികം അടുത്തുള്ള ഒരാളോട് ഒരു ക്രിറ്റിസിസം പറയണം, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇനി നമ്മുടെ തൊട്ട് തന്നെ ആയിരിക്കും അവർ താമസിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ അവരുടെ അമ്മമാര് മറ്റൊരു വീട്ടിലായിരിക്കും, എന്നാൽ പോലും നമുക്ക് അവരോടൊരു കാര്യം പറയണം. എന്നാൽ അത് പറയുമ്പോൾ അത് അവരെ വളരെയധികം ചിലപ്പോൾ ക്രിറ്റിസിസംസ് ആണ് അല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ വളരെയധികം ഹേർട്ട് ചെയ്യും എന്നൊക്കെയാണ്. അപ്പോൾ സൈക്കോളജി പറയുന്നത് ഒരു പോസിറ്റീവ്നെസ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ ആലോചിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അയാളെ ഞാനിപ്പോൾ വലിയൊരു ക്രിറ്റിസിസം ചെയ്യാൻ പോവാണ്. അത് ചെയ്യുമ്പോൾ അയാൾക്കത് വിഷമാവും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അവിടെ നല്ലതാണ്. യെസ്, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് നല്ലതാണ്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മമ്മി അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മോൻ, ഇവരോടൊക്കെ ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് ജസ്റ്റ് ബിഫോർ ആലോചിക്കുക. 10 സെക്കൻഡ് സമയത്തിനുള്ളിൽ ആ കേട്ട ആള് അത് തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് പറയുന്നത്, മമ്മിയുടെ ഹെയർ സ്റ്റൈൽ ഒരു ഭംഗിയില്ല, ഒന്ന് മാറ്റ് ഇത് എന്ന് പറയാമെന്ന് വിചാരിക്കൂ. അപ്പൊ മമ്മിക്ക് അത് 10 സെക്കൻഡിനുള്ളിൽ ആ ഹെയർ സ്റ്റൈല് മാറ്റാൻ പറ്റാം അല്ലെ. ഒരു ക്ലിപ്പൊക്കെ അല്ലേ, അത് മര്യാദയ്ക്ക് ഒന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാനേ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവാം. എന്നാൽ ചില കാര്യങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിഗാർഡിങ് വെയിറ്റ് കൂടിയല്ലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ സമയം കൂടെ കൺസിഡർ ചെയ്ത് അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. 10 സെക്കൻഡിൽ കേൾക്കുന്ന ആൾക്ക് തിരുത്താൻ പറ്റാത്തൊരു ക്രിറ്റിസിസം ആണെങ്കിൽ ഡോണ്ട് സേ ഇറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 സെക്കൻഡിൽ അത് തിരുത്താനും പറ്റില്ല, അയാൾ അത് കേട്ടിട്ട് വളരെയധികം വിഷമാവും ചെയ്യും. അത് പറയണമെങ്കിൽ 10 സെക്കൻഡൊക്കെ കൂടുതലുള്ള ക്രിറ്റിസിസംസ് ആണ് കൂടുതൽ എന്നൊരു കമന്റ് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ അത് പറയുന്നതിന്റെ രീതി വേറൊരു തരത്തിലായിരിക്കണം. അല്ലാതെ നേരെ പോയിട്ട് അവരെ ഇങ്ങനെ എന്താ പറയുന്നത്, വേദനിപ്പിക്കുന്ന പോലെ, അവരെ എന്താ പറയാ ഹേർട്ട് ചെയ്യുന്നത് പോലെ, മുഖത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ഈ ഹോം സയൻസ് വളരെയധികം തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെ ഒരുപാട് വീടുകളെ കുറിച്ചിട്ട് ചുറ്റിലും കാണാനുണ്ട്. ഈവൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെയൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ മദറിലോ ഫാദറിലോ സ്വന്തം പാരൻസിനോടൊക്കെ അങ്ങനെ എന്താ പറയാ വളരെ അരഗന്റ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സൈക്കോളജിക്കൽ ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൽ ഇങ്ങനെ ഒരു സയൻസ് ഉണ്ടല്ലേ, ക്രിറ്റിസിസം ചെയ്യണേന് ജസ്റ്റ് ബിഫോർ തിങ്ക്, 10 സെക്കൻഡിൽ കേൾക്കുന്ന ആൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ, ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഇപ്പോൾ എന്നോട് ഒരാൾ പറയണത് വേറെ പൊട്ടത് ഇങ്ങനെ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ആണോ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഫോർ നോട്ടീസിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെയുള്ള വാച്ച് തല തിരിച്ചാണോ നീ കെട്ടിയേക്കുന്നത്, എന്തായി കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ മാറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നീ കറുത്തു പോയല്ലോ, വെളുത്തു പോയല്ലോ, തടി കൂടിയല്ലോ, അല്ലെങ്കിൽ തീറ്റ കുറയ്ക്കുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ 10 സെക്കൻഡ് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പറയണ്ട. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ലൈഫ് കുറേയും കൂടെ ബെറ്റർ ആവും. അപ്പൊ എമറാൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, കമന്റ് ബോക്സിൽ ലൈവ് ആക്കുക. താങ്ക് യു സോ മച്ച്.